ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഹോം മെയ്ഡ് ഫേസ് വാഷിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതിന് മുന്നേ ഒരു നീം ഫേസ് വാഷിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കാർട്ടിലിടാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ടൊമാറ്റോ ഫേസ് വാഷിൻ്റെ വീഡിയോ ആണ്. ഇത് ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മളുടെ സ്കിന്നിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം. ആദ്യം നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 1 വീക്കായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഇതിൽ നിന്ന് എടുക്കുക. അപ്പോൾ എടുക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇതിന് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നനച്ചു കൊടുക്കുക. ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഈ ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ, ഡിഫറൻസ് നമുക്കറിയാമല്ലോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഈ രീതിയിൽ തന്നെ വേണം കേട്ടോ അപ്ലൈ ചെയ്യാൻ. എന്നാലാണ് നന്നായിട്ട് ഓയിലും ഡേർട്ടൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവായി പോകുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നമുക്ക് ജെൻറ്റലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു 3 മിനിറ്റ്. അതുവരെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ ഈ ഒരു ഫേസ് വാഷിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മളുടെ സ്കിന്നിനെ ബ്ലീച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് മെയിനായിട്ട് ഒരു സ്കിൻ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒന്ന് ഷെയ്ഡ് കുറയ്ക്കാനും അതുപോലെ പിമ്പിൾസ് വരുന്നത് തടയാനും നല്ല പോലെ ഓയിൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെർബൽ ഹോം മെയ്ഡ് ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളും കൂടെ പ്രസ് ചെയ്യണം. എന്നാലാണ് ഇതുപോലെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ജെൻറ്റലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എത്ര സ്പീഡിൽ ചെയ്യരുത്, ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടുകൊണ്ടാണ്. ജെൻറ്റലായിട്ട് തന്നെ മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. ഇതപ്പോൾ ഞാൻ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ സ്കിന്നിന് അപ്പോൾ തന്നെ ഒരു നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫ്രഷ് ആയ പോലെ, ഡേർട്ടെല്ലാം പോയി ഓയിലെല്ലാം പോയി നല്ല ഫ്രഷ് ആയ പോലെ തോന്നുന്നുണ്ട്. നമുക്കൊരു ടവൽ വെച്ചിട്ട് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം നമ്മളുടെ നെക്കിലും അതുപോലെ തന്നെ ഫേസിലും ഒരു ഷെയ്ഡ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. നന്നായിട്ട് ക്ലീൻ ആവുന്ന നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. ഡേർട്ടെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് 2 പിമ്പിൾ മാർക്ക് ഉണ്ടായിരുന്നു. ഒന്നൊരു കവിളിലും ഉണ്ടായിരുന്നു, അതുപോലെ ഒന്ന് മൂക്കിൻ്റെ സൈഡിലും ഉണ്ടായിരുന്നു. അത് രണ്ടും ഒരു ഷെയ്ഡ് ഒന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 വീക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ്. നല്ല എഫക്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണെങ്കിൽ 1 എടുക്കുക കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് കുക്കുംബറാണ്. ഒരു ഹാഫ് കുക്കുംബർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കുംബറും തക്കാളിയും നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഏജിങ് ആയിട്ട് ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യാൻ, പിമ്പിൾസിനെ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനെ നമുക്ക് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിതിൻ്റെ ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഫൈൻ പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല. എന്നിട്ട് നമുക്കൊരു ജ്യൂസറൊക്കെ നമ്മൾ അരിക്കുന്ന എന്തെങ്കിലും ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇത് പമ്പ് ബോട്ടിലേക്കാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് സോപ്പ് ബേസ് ആണ് വേണ്ടത്. അപ്പോൾ സോപ്പ് ബേസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് പത കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് ബേസിന് പകരമായിട്ട് പിയേഴ്സ് സോപ്പ് ഇതുപോലെ ഉരുക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേബി വാഷോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഹെർബൽ ആയിട്ടുള്ള ഫേസ് വാഷോ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളുടെ ഒരു തക്കാളിയുടെ അതിനകത്തേക്ക് ഒഴിക്കുന്നത് ഒരു നാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ. ഇത് നമ്മളുടെ സ്കിൻ ബ്ലീച്ച് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഹണിയാണ്. ഇതും അതെ നമ്മളുടെ സ്കിൻ ബ്ലീച്ച് ചെയ്യാനും ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും മോയ്സ്ചർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ബദാം ഓയിലാണ്. എന്താണ് ഫേസ് വാഷിൽ ഓയിലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാനൊരു 2 ഡ്രോപ്പേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എസൻഷ്യൽ ഓയിലാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. റോസിൻ്റെയാണ് ഞാൻ ചേർക്കുന്നത്. 2-3 ഡ്രോപ്പ് ചേർക്കുന്നുണ്ട്. സ്മെല്ല് കിട്ടുന്നുള്ളൊരു പർപ്പസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി ഉരുക്കി വെച്ചിട്ടുള്ള ആ ഒരു സോപ്പ് ബേസ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വരും കേട്ടോ. അപ്പം നിങ്ങൾ കൂടുതൽ പത വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. അതിപ്പോൾ ഫേസ് വാഷ് ആണെങ്കിലും ബോഡി വാഷ് ആണെങ്കിലൊക്കെ 3 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. നിങ്ങളുടെ പത എത്രത്തോളം, ചിലർക്ക് നല്ല പത ഉണ്ടെങ്കിലേ ഇഷ്ടമാവുള്ളൂ. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ആ ഒരു ഫേസ് വാഷിൻ്റെ മിക്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് ഒരു പമ്പ് ബോട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ്. പമ്പ് ബോട്ടിലാണെങ്കിൽ നമുക്ക് ഈസിയാണ് അത് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട്, കീപ്പ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്
അതിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.